PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് മാത്സിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച മാത്സിൽ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് എണ്ണൽ സംഖ്യകളും ഇരട്ട സംഖ്യകളുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ സംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഒറ്റ സംഖ്യകൾ എല്ലാവർക്കും അറിയാം അല്ലേ? ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയും? ഓഡ് നമ്പേഴ്സ് എന്ന് പറയും അല്ലേ? ഓഡ് നമ്പേഴ്സ് എന്ന് പറയും ഒറ്റ സംഖ്യകൾ. 1, 3, 5, 7, 9, 11 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ് അല്ലേ? നമുക്കറിയാം 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ചോദിച്ചാൽ ഏതാ? 1, 3, 5, 7, 9, 11 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്താ? അനന്തമാണ്. അപ്പോൾ ഏറ്റവും വലുത് ചോദിച്ചാൽ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിക്കണം. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തുക കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n² ആണ് കേട്ടോ. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n² എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ടൈപ്പ് PSC ചോദിക്കുന്നതാണ്. 1, 3, 5, 7, 9 തുടങ്ങി 35 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 35 വരെ അല്ലേ? അപ്പോൾ 35 ആയിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ നമുക്കറിയാം ഇരട്ട സംഖ്യകൾ നമ്മൾ പറഞ്ഞപ്പോൾ രണ്ട് വ്യത്യാസമാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ ഇവിടെ ഒറ്റ സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 3, 5 ഇങ്ങനെ 2 വ്യത്യാസത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇവിടെ 1, 3, 5, 7 അല്ലേ? ഈ 7 വരെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? ഇനി 11 വരെ എഴുതിയെന്ന് വിചാരിച്ചോ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? അവിടെ 1, 3, 5, 7, 9, 11 വരെ ആകുമ്പോഴത്തേനും അവിടെ എത്ര എണ്ണം ഉണ്ടാവും? അവിടെ 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ 1, 3, 5, 7 ഇവിടെ 4 എണ്ണമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ 7 ഉണ്ടല്ലോ അവസാനം കിടക്കുന്നത് 7 വരെയാണ്. അപ്പോൾ 7ൻ്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 8/2 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. മനസ്സിലായോ? അതേ ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 35 വരെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 35നോട് 1 കൂട്ടുക. എത്ര കിട്ടും? 36. അതിൻ്റെ പകുതി എടുക്കുക. എത്രയാ? 18 ഒറ്റ സംഖ്യകളായിരിക്കും 1 മുതൽ 35 വരെ ഉണ്ടാവും. 35ൻ്റെ പകുതി മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് വരും. എണ്ണം പറയുമ്പോൾ പോയിന്റ് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 35നോട് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? എത്ര വരെയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ പകുതി എടുക്കുക. അതിനോട് 1 കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ഉത്തരം 18. ഇവിടെ നോക്കിക്കേ, 1, 3, 5, 7, 9 തുടങ്ങി 59 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 59നോട് 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. 60ൻ്റെ പകുതി എത്രയാ? 30. അപ്പോൾ 30 ഒറ്റ സംഖ്യകളായിരിക്കും 59 വരെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതേപോലെ 1, 3, 5, 7, 9 ഇങ്ങനെ പോയിട്ട് ഇവിടെ 49 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 49നോട് 1 കൂട്ടുക, 50. 50ൻ്റെ പകുതി എടുക്കുക, 25 ഒറ്റ സംഖ്യകളായിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന അവസാനത്തെ നമ്പർ എടുക്കുക, 1 കൂട്ടുക, പകുതി എടുക്കുക. ആൻസറായി. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത് 100ാമത്തെ ഇരട്ടയല്ല കേട്ടോ, ഒറ്റ സംഖ്യയാണ്. 100ാമത്തെ ഒറ്റ സംഖ്യ എത്ര? 100ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 50ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 100ാമത്തെ ഒറ്റ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 100ൻ്റെ ഇരട്ടി എടുക്കുക. എന്താ ചെയ്യേണ്ടേ? 100ൻ്റെ ഇരട്ടി എടുക്കുക. 100ൻ്റെ ഇരട്ടി എത്രയാ? 200 അല്ലേ? ഇരട്ടി എന്ന് പറയുമ്പോൾ അതിന് ഡബിൾ ആണ്. അപ്പോൾ 100ൻ്റെ ഇരട്ടി 200. ആ 200ൽ നിന്ന് 1 കുറയ്ക്കുക. എത്ര കിട്ടും? 199. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ 100ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 199. എന്താ ചെയ്തത്? തന്നിരിക്കുന്ന നമ്പർ എടുക്കുക, അതിൻ്റെ ഇരട്ടി എടുക്കുക, അതിൽ നിന്നും 1 കുറച്ചാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കേ. 50ാമത്തെ ഒറ്റ സംഖ്യ എത്രയാണ്? 50ാമത്തെ ഒറ്റ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 50ൻ്റെ ഇരട്ടി എടുക്കുക. 50ൻ്റെ ഇരട്ടി എത്രയാ? 100. 100ൽ നിന്ന് 1 കുറച്ചാൽ മതി. 99 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 60ാമത്തെ ഒറ്റ സംഖ്യയാണ് ചോദിച്ചതെന്ന് വിചാരിച്ചു. 60ാമത്തെ ഒറ്റ സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യണം? 60ൻ്റെ ഇരട്ടി എടുക്കുക. 60ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 അല്ലേ? ആ 120ൽ നിന്നും 1 കുറയ്ക്കുക. എത്ര കിട്ടും?
119 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ 100ാമത്തെ ഒറ്റസംഖ്യ, 50ാമത്തെ ഒറ്റസംഖ്യ, 40ാമത്തെ ഒറ്റസംഖ്യ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക, അതിൽ നിന്നും 1 കുറയ്ക്കുക, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ്, ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക. ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിന്ന് ഫസ്റ്റ് പഠിച്ചു. എന്താണ്? n സ്ക്വയർ ആണ് അല്ലേ, n സ്ക്വയർ. അപ്പോൾ ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ, ആദ്യത്തെ എന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 15 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? n എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ n-ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. n-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5 അവസാനിക്കുന്ന സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 5-ന്റെ സ്ക്വയർ ആദ്യം എഴുതാം, 25. പിന്നെ ഇവിടെ 1 ആണ്. 1-ന്റെ കൂടെ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ, 1-ന്റെ തൊട്ടടുത്ത നമ്പർ എത്ര? 2. 1 × 2 2. അപ്പോൾ 225 എന്ന് കിട്ടി. അടുത്തത് ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക. 25 ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n = 25. തുക കാണാൻ n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 സ്ക്വയർ. എങ്ങനെ കണ്ടുപിടിക്കും? 5-ന്റെ സ്ക്വയർ 25. 2 ആണ് ഇവിടെ ഉള്ളത്. 2-ന്റെ തൊട്ടടുത്ത നമ്പർ 3 ആണ്. അപ്പോൾ 2 × 3 ചെയ്യുമ്പോൾ 6, 625. ഇനി ആദ്യത്തെ 13 ഒറ്റസംഖ്യകളുടെ തുകയാണ് ചോദിച്ചതെന്ന് വിചാരിച്ചോ. അപ്പോൾ n = 13 ആണ്. തുക കണ്ടുപിടിക്കാൻ n സ്ക്വയർ. 13-ന്റെ സ്ക്വയർ എത്രയായിരിക്കും? 169. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് തുക കണ്ടുപിടിക്കാം. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് മനസ്സിലായല്ലോ. അടുത്തത് നാലാമത്തെ ടൈപ്പാണ്. 1 + 3 + 5 + 7 + എക്സിട്ര + 99. അതായത് എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളാണോ? 99 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് അല്ലേ. 99 എണ്ണൽ സംഖ്യകളാണെങ്കിൽ നമുക്ക് എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ 99-ന്റെ സ്ക്വയർ എടുത്താൽ മതി. പക്ഷെ ഇവിടെ 99 വരെ ഇങ്ങനെ കൂട്ടി കൂട്ടി എഴുതിയിരിക്കുക. അപ്പോൾ 99 എണ്ണൽ സംഖ്യ ഉണ്ടാവുമോ? ഇല്ല. 99 വരെ എത്ര എണ്ണൽ സംഖ്യകൾ ഉണ്ടാവും എന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമുക്ക് n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 99 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 99-നോട് എന്ത് ചെയ്താൽ 1 കൂട്ടാം. അപ്പോൾ എത്ര കിട്ടും? 100. അതിൻ്റെ പകുതി എടുത്താൽ മതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 100-ന്റെ പകുതി 50 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n എന്ന് പറയുന്നത് 50 എന്ന് കിട്ടി. ഇനി അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുകയാണ്. സോ n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറയുമ്പോൾ 50-ന്റെ സ്ക്വയർ. 50-ന്റെ സ്ക്വയർ എത്രയാ? 5-ന്റെ സ്ക്വയർ 25. 0-യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2500 എന്ന് ആൻസർ കിട്ടി. അടുത്ത നോക്കിക്കേ, 1 + 3 + 5 + 7 + എക്സിട്ര + 25. 25 ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുകയാണോ ഇത്? അല്ല. 25 വരെയുള്ള എത്ര ഒറ്റസംഖ്യകളുണ്ടോ അത്രയും ഒറ്റസംഖ്യകളുടെ തുകയാണ്. അപ്പോൾ 25 വരെ എത്ര എണ്ണം ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? 25-ന്റെ കൂടെ 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 26. അതിൻ്റെ പകുതി എത്രയാ? 26-ന്റെ പകുതി എന്ന് പറയുന്നത് 13. അപ്പോൾ 13 ആണ് നമുക്ക് എന്ത്? n. n 13 ആണെങ്കിൽ n സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 13-ന്റെ സ്ക്വയർ 169 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ 1 + 3 + 5 + 7 + 99 വരെയാണ്. അല്ലാതെ 99 എണ്ണൽ സംഖ്യ ഇവിടെ വരില്ല. 99 വരെ ഇങ്ങനെ കൂട്ടി കൂട്ടി എഴുതുമ്പോൾ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 99-ന്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. ദെൻ n സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് നാലാമത്തെ ടൈപ്പ് ചോദിക്കുന്നത്. അടുത്തത് അഞ്ചാമത്തെ ടൈപ്പ്. അഞ്ചാമത്തെ ടൈപ്പ് 17 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. 17 വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 17 വരെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. 17 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടായിരിക്കും? 17 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ 17 + 1 / 2 അല്ലേ. 17-ന്റെ കൂടെ 1 കൂട്ടിയാൽ 18. 18-ന്റെ പകുതി 9 ഒറ്റസംഖ്യകളായിരിക്കും 17 വരെ ഉണ്ടായിരിക്കുക അല്ലേ. 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 + 17. ഇങ്ങനെയാണ് 17 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7 8 9 ഇങ്ങനെ എഴുതി കൂട്ടാം. അല്ലാതെ നമ്മൾ ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന 17 വരെ എന്നാണ്. സോ അതിനോടൊപ്പം 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 9 ഒറ്റസംഖ്യകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n ആണ് നമുക്ക് 9 കിട്ടിയത്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറയുമ്പോൾ 9-ന്റെ സ്ക്വയർ 81 എന്ന് നമുക്ക് ആൻസർ കിട്ടി.
അതുപോലെ ഇവിടെ നോക്കിക്കേ 39 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. 39 വരെ ആദ്യം എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 39 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടാവും? 39ന്റെ കൂടെ 1 കൂട്ടുക 40, 40ന്റെ പകുതി എടുക്കുമ്പോൾ 20. അപ്പോൾ n എന്ന് പറയുന്നത് 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാൻ n സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 400 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 17 വരെ അല്ലെങ്കിൽ 50 വരെ അല്ലെങ്കിൽ 40 വരെ ഉള്ള ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതുവരെയുള്ള ആദ്യം ഒറ്റസംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. എണ്ണം കണ്ടുപിടിക്കാൻ ആ വരെ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സംഖ്യയോടെ 1 കൂട്ടി പകുതി എടുക്കുക. അപ്പോൾ n കിട്ടും. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തുകയും കിട്ടും. ഓക്കെ, ഇതാണ് 5ാമത്തെ ടൈപ്പ്. ഇനി 6ാമത്തെ ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത് ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 625. ഇത്ര നേരം നമുക്ക് n തന്നിട്ട് തുക കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, തുക തന്നിട്ടുണ്ട്. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n സ്ക്വയർ ആണ്. n സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 625. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താ? ഏതിൻ്റെങ്കിലും സ്ക്വയർ നമുക്ക് തന്നിട്ട് n കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് 25 അല്ലേ? 25ന്റെ സ്ക്വയർ ആണല്ലോ 625, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 625 എന്ന് പറയുന്നത് 25 അല്ലേ? അതായത് റൂട്ട് എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്? 625 നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റൂട്ട് 625 എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ഇവിടെ റൂട്ടായിട്ട് മാറുന്നത്. സോ റൂട്ട് 625 എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 25 ആൻസർ വരിക. അടുത്ത് നോക്കിക്കേ, ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 225? നമുക്ക് തന്നിരിക്കുന്നത് n സ്ക്വയർ. n സ്ക്വയർ സമം 225 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n എത്രയാണ്? 225ന്റെ റൂട്ട് കണ്ടുപിടിക്കുക. 225 എന്ന് പറയുന്നത് എത്രയുടെ റൂട്ടാണ്? 15ന്റെ അല്ലേ? 15ന്റെ സ്ക്വയർ ആണ് 225 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ 225ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതായത് 15 × 15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 225 കിട്ടും. അപ്പോൾ റൂട്ട് 225 എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ഒരു 15 എഴുതുക. അത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് 6ാമത്തെ ടൈപ്പ്, തുക തന്നിട്ട് n കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത് 7ാമത്തെ ടൈപ്പ്, തുടർച്ചയായ 2 ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 88 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെ ചോദിക്കാറുണ്ട്. തുടർച്ചയായ 2 ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ഇരട്ട സംഖ്യ ചെയ്തില്ലേ, അതേ മെത്തേഡാണ്. ഇരട്ട സംഖ്യ എങ്ങനെയായിരുന്നു ചെയ്തത്? തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം നമുക്ക് തന്നപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? തന്നിരിക്കുന്നതിനെ 4 കൊണ്ട് ഹരിച്ചു അല്ലേ? അതേപോലെ ഇവിടെ നമ്മൾ 88നെ 4 കൊണ്ട് ഹരിക്കുന്നു. 88നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 4ൽ 4 ഒരു തവണ, 8ൽ എത്ര പ്രാവശ്യം 4 പോകും? 2 തവണ. ഇവിടെയും 2 തവണ. അപ്പോൾ 22 എന്ന് കിട്ടി. അപ്പോൾ 22 ഇതെന്താണ്? 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ മിഡിലിലെ നമ്പറാണ് അല്ലേ? സെൻറ്ററിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ 22 സെൻറ്ററിലാണ്. അതിൻ്റെ ഇപ്പുറത്ത് 21 ഉണ്ടാവും, ഇപ്പുറത്ത് 23 ഉണ്ടാവും. ഒറ്റ സംഖ്യ അല്ലേ? 22 ഒറ്റ സംഖ്യ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ടുള്ളത് ചെറിയ സംഖ്യയും ഇപ്പുറത്തുള്ളത് വലിയ സംഖ്യയും. നമ്മളൊരു ചോദിച്ചിരിക്കുന്നത് എന്താ? ചെറിയ സംഖ്യയാണ്. സോ നമ്മുടെ ആൻസർ 21 ആയിരിക്കും. ഓക്കെ, അടുത്തത് തുടർച്ചയായ 2 ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്നുണ്ട്. വ്യത്യാസം 104 ആയാൽ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 104 നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ 104 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ ചെയ്യുമ്പോൾ 4ൽ 4 ഒരു തവണ, 10ൽ എത്ര തവണ പോകും? 2 4 ആകുമ്പോഴത്തേനും 8 ആയി. 3 4 12 ആവും. അപ്പോൾ നമുക്ക് 2 തവണ എടുക്കാൻ പറ്റുള്ളൂ. 2 4 8 കിട്ടി. 8ന്റെ ബാക്കി എത്രയുണ്ട്? 10ലെ 8 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ട്. ആ 2 ഈ 4ന്റെ തൊട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 24 എന്ന് വായിക്കണം. അപ്പോൾ ഈ 24ൽ വീണ്ടും 4 എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും അല്ലേ? 6 4 24. സോ നമുക്ക് ആൻസർ 26 എന്ന് കിട്ടി. ഈ 26 എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിലുള്ള നമ്പറാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് 25 ഉണ്ടാവും, ഇപ്പുറത്ത് 27 ഉണ്ടായിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യയാണ്. സോ നമ്മുടെ വലിയ സംഖ്യ എത്രയാ? 27 ആയിരിക്കും നമ്മുടെ വലിയ സംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടർച്ചയായ 2 ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഒരു തുക തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെൻറ്ററിലെ നമ്പർ ആയിരിക്കും. ഇപ്പുറത്തും എന്തുണ്ടായിരിക്കും? ഒരു സംഖ്യ ഉണ്ടായിരിക്കും, ഇപ്പുറത്തും ഒരു സംഖ്യ ഉണ്ടായിരിക്കും. മിഡിൽ ടേം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ചെയ്യുക. അടുത്ത ടൈപ്പ് 8ാമത്തെ ടൈപ്പ്,
എയും ബിയും ഒറ്റ സംഖ്യയായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യ ആകുന്നത് ഏത്? ഞാൻ ഓപ്ഷൻസ് തരാം നിങ്ങൾക്ക്. എ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് 2, ഓപ്ഷൻ സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് 1, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എ പ്ലസ് ബി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എയും ബിയും ഒറ്റ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇരട്ട സംഖ്യ ആവുന്നത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കഴിഞ്ഞ ഖാദി ബോർഡിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ എയും ബിയും ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇരട്ട സംഖ്യ ആവുന്നത് ഏതാണ്? നമുക്കറിയാം, രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഇരട്ട സംഖ്യ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലേ? രണ്ട് ഒറ്റ സംഖ്യകൾ, ഇപ്പം 3 ഒറ്റ സംഖ്യയാണ്, 1 ഒറ്റ സംഖ്യയാണ്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 ഇരട്ട സംഖ്യ കിട്ടുന്നത്. അതുപോലെ 7 ഒറ്റ സംഖ്യയാണ്, 3 ഒറ്റ സംഖ്യയാണ്, 7ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 10 ഇരട്ട സംഖ്യയാണ്, അല്ലേ? അപ്പോൾ രണ്ട് ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഇരട്ട സംഖ്യയാണ് കിട്ടുക. എ പ്ലസ് ബി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഇനി സപ്പോസ് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വന്നില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും രണ്ട് ഒറ്റ സംഖ്യ നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ളതൊന്ന് എടുത്തിട്ട് നോക്കുക. ഇപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും ആദ്യത്തെ 1, 3 നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തല്ലോ. അപ്പോൾ 1, 3 തന്നെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ എ ഇൻറ്റു ബി ചെയ്ത് നോക്കുക. എ എന്ന് പറയുന്നത് 3 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ഇൻറ്റു 1 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അത് ഒറ്റ സംഖ്യ ആണോ? അല്ല. അപ്പോൾ ഇത് ഒറ്റ സംഖ്യ അല്ല. അടുത്തത് എ ഇൻറ്റു ബി പ്ലസ് 2 ചെയ്ത് നോക്കാം. 3 ഇൻറ്റു 1 പ്ലസ് 2, 3 ഇൻറ്റു 1 3, 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടും, അല്ലേ? അപ്പോൾ ഇതും ഒറ്റ സംഖ്യ വരുന്നത്, ഇരട്ട സംഖ്യ വരുന്നില്ല. അടുത്തത് എ പ്ലസ് ബി പ്ലസ് 1, അതായത് 3 പ്ലസ് 1 പ്ലസ് 1, 3ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 4, 4ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5 വരുന്നത്. അപ്പോൾ വീണ്ടും ഒറ്റ സംഖ്യ, അപ്പോൾ അതും അല്ല. അപ്പോൾ പിന്നെ ഏത് മാത്രമേ ഉള്ളൂ? എ പ്ലസ് ബി, 3ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4 നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഏത് രണ്ട് ഒറ്റ സംഖ്യകൾ കൂടെ കൂട്ടി നോക്കിക്കോളൂ നിങ്ങൾ. എപ്പോഴും ഏതൊരു ഒറ്റ സംഖ്യയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒറ്റ സംഖ്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 8 ടൈപ്പും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അഖണ്ഡ സംഖ്യകൾ അഥവാ ഓൾ നമ്പേഴ്സ് എന്ന് പറയും, അല്ലേ? അഖണ്ഡ സംഖ്യകൾ, മലയാളത്തിൽ എന്താ പറയുന്നത്? അഖണ്ഡ സംഖ്യകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് അഖണ്ഡ സംഖ്യകൾ? നമ്മൾ എണ്ണൽ സംഖ്യകൾ പഠിച്ചല്ലേ? 1, 2, 3, 4 തുടങ്ങുന്ന നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ എന്ന് നമ്മൾ പഠിച്ചു. ഈ എണ്ണൽ സംഖ്യകളുടെ മുൻപിൽ ഒരു 0 ഇട്ടുകൊടുത്താൽ ഇതെന്തായി? ഇത് അഖണ്ഡ സംഖ്യയായി. അപ്പോൾ അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു 0 കൂടെ ചേരുന്നതാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ നമ്മൾ 0 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ നമ്മൾ എണ്ണാൻ എപ്പോഴും തുടങ്ങുന്നത് 1 എന്നായിരിക്കും. സോ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചാൽ 1 ആയിരിക്കും. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ൻ്റെ കൂടെ 0 കൂടെ വരുന്നുണ്ട്, അപ്പോൾ 0 ഫസ്റ്റ് വരിക. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ചോദിച്ചാൽ 0. ഇനി ഏറ്റവും വലിയ അഖണ്ഡ സംഖ്യ ചോദിച്ചാലോ? എണ്ണൽ സംഖ്യയുടെ മുമ്പിൽ ഒരു 0 ഇട്ടു എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ 1, 2, 3, 4 എന്നും പറഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അല്ലേ? അനന്തമാണ്. സോ ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം. ഏറ്റവും വലിയ അഖണ്ഡ സംഖ്യ അറിയില്ല, ഇൻഫിനിറ്റി ആണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0 ആണ്. ഇനി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, അല്ലേ? തുക കണ്ടുപിടിക്കാനായിട്ട് എണ്ണൽ സംഖ്യകളുടെ കൂടെ ഒരു 0 ചേരുവാണ്, അല്ലേ? അതേപോലെ തന്നെ തുക കണ്ടുപിടിക്കാനും എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1/2. അതേപോലെ n ഇൻറ്റു ചെറിയൊരു മാറ്റം n മൈനസ് 1/2 ചെയ്താൽ നമുക്ക് എന്തായി? അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായി. ഓക്കെ, അപ്പോൾ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n ഇൻറ്റു n മൈനസ് 1/2, n ഇൻറ്റു n മൈനസ് 1/2. ഇപ്പം തന്നെ പഠിക്കണേ, n ഇൻറ്റു n മൈനസ് 1/2 അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്കിനി ഓരോ ടൈപ്പ് പ്രോബ്ലംസ് ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ടൈപ്പ് നോക്കുക. 0, 1, 2, 3, 4 എക്സിട്ര 8. ഇതുവരെ 8 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം. 8 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 8 അഖണ്ഡ സംഖ്യകൾ ആണോ? അല്ല, 8 അഖണ്ഡ സംഖ്യകളല്ല. നമ്മളറിയാം
1 2 3 4 5 6 7 8 8 വരെ 8 സംഖ്യകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്? അഖണ്ഡ സംഖ്യ ആയതുകൊണ്ട് ഒരു 0 കൂടി ഉണ്ട്. അപ്പൊ 8 വരെ 8 സംഖ്യകൾ, കൂട്ടത്തിൽ ഒരു 0 കൂടെ ചേരുമ്പോ 9. അപ്പോ 8 വരെ എത്ര അഖണ്ഡ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 8 വരെ ആണെങ്കിൽ അതിനേക്കാളും 1 കൂടുതൽ +1, അതായത് 9 അഖണ്ഡ സംഖ്യകൾ ആണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0 മുതൽ 30 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 1 മുതൽ 30 വരെ 30 എണ്ണം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്? ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ 30ന്റെ കൂടെ 1 കൂടെ കൂട്ടിയാൽ മതി, 31 അഖണ്ഡ സംഖ്യകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ 500 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 1 മുതൽ 500 വരെ 500, അതിന്റെ കൂട്ടത്തിൽ ഒരു 0 കൂടെ ഇട്ടാ 501. 200 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 201. 199 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? ഒന്ന് കൂട്ടാ 200 അഖണ്ഡ സംഖ്യകൾ. 300 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 300ന്റെ കൂടെ 1 കൂട്ടാ 301, 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം എക്സ്ട്രാ ആവും, അപ്പോൾ 301. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഏത് വരെയാണോ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അഖണ്ഡ സംഖ്യയായി. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ചോദിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ടൈപ്പ്, 10ാമത്തെ അഖണ്ഡ സംഖ്യ ഏത്? 10ാമത്തെ അഖണ്ഡ സംഖ്യ ഏത്? 10ാമത്തെ അഖണ്ഡ സംഖ്യ 10 ആണോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. 10ാമത്തെ അഖണ്ഡ സംഖ്യ ഒന്ന് നോക്കിക്കേ, 0 ആണ് ഒന്ന് തുടങ്ങുന്നത് അല്ലേ? അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത് 0 ആണ്. 1 2 3 4 5 6 7 8 9 10 വരെ നമ്മൾ എഴുതിയെന്ന് വിചാരിച്ചോ. 10ാമത്തെ അഖണ്ഡ സംഖ്യ എന്നും പറഞ്ഞ് 10 വരെ എഴുതിയാൽ എണ്ണി നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ എന്ന് പറയുമ്പോഴേക്കും അത് 11 ആയി അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ 10 വരെ എത്ര അഖണ്ഡ സംഖ്യ ഉണ്ട്? 11 എണ്ണം ഉണ്ട്. അപ്പോൾ 10ാമത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനേക്കാൾ 1 കുറച്ചാൽ പോരെ. അപ്പൊ 10ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? 9 അല്ലേ? 10ാമത്തെ അഖണ്ഡ സംഖ്യ 10നേക്കാൾ 1 കുറവായിരിക്കും. എന്തുകൊണ്ടാ? 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ 10ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 500ാമത്തെ അഖണ്ഡ സംഖ്യ എത്രയാ? 500ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ 500നേക്കാളും 1 കുറവായിരിക്കും. അതായത് 499 അഖണ്ഡ സംഖ്യ ആയിരിക്കും. 500ാമത്തെ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 499 ആയിരിക്കും 500ാമത്തെ അഖണ്ഡ സംഖ്യ. അങ്ങനെയാണെങ്കിലേ 200ാമത്തെ അഖണ്ഡ സംഖ്യ എത്രയായിരിക്കും? 200നേക്കാളും 1 കുറവ് 199. അങ്ങനെയാണെങ്കിൽ 17ാമത്തെ അഖണ്ഡ സംഖ്യ എത്രയായിരിക്കും? 17നേക്കാൾ 1 കുറവ് 16 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എത്രാമത്തെ അഖണ്ഡ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അതിനേക്കാളും 1 കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ അഖണ്ഡ സംഖ്യയായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ 10ാമത്തെ അഖണ്ഡ സംഖ്യ 9, 500ാമത്തെ അഖണ്ഡ സംഖ്യ 499, 8ാമത്തെ അഖണ്ഡ സംഖ്യ 7. ക്ലിയർ അല്ലേ? ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ടൈപ്പാണ് കേട്ടോ, ടൈപ്പ് 3. ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലേ തുടക്കത്തിൽ. അപ്പോൾ അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n × n - 1/2. n × n - 1/2 ആണ് അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്. അപ്പം 100 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? n അല്ലെ? n എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n × n - 1/2. അതിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ 100, n എന്ന് പറയുന്നത് 100 × 100 - 1 എത്രയാ? 100 - 1 99 ഡിവൈഡഡ് ബൈ 2. അതായത് 100 × 99/2. നമുക്ക് എങ്ങനെ വെട്ടിച്ചുരുക്കാലോ? 2ൽ 2 ഒരു തവണ പോകും. 100ൽ 2 എത്ര തവണ പോകും? 50 തവണ പോകും അല്ലേ? അപ്പോൾ നമുക്കിവിടെ 99നെ 50 കൊണ്ട് ഗുണിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? 99നെ 5 കൊണ്ട് ഗുണിച്ച് ഒരു 0 ചേർത്താൽ മതി. 99നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 5 45 5 4 9 5 45 4 49 495 എന്ന് കിട്ടും. ഈ 50ന്റെ ഒരു 0 കൂടെ ചേർത്തുമ്പോൾ നമുക്ക് 4950 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 4950. എന്നിന്റെ സ്ഥാനത്ത് 100 ഇട്ട് കൊടുക്കുക ചെയ്യുക, അത്രയേ ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 20 അഖണ്ഡ സംഖ്യകളുടെ തുക തന്നിരിക്കുന്നത് 20 എന്ന് പറയുന്നതാണ് നമ്മുടെ n ഈസ് ഈക്വൽ ടു 20. അപ്പം നമ്മുടെ ഇക്വേഷൻ n ഇൻറ്റു n മൈനസ് 1/2. അപ്പം എന്ത് ചെയ്യണം? n-ന് 20 ഇട്ട് കൊടുക്കണം. 20 ഇൻറ്റു 20 മൈനസ് 1 എന്ന് പറയുമ്പോൾ 19 ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2-ൽ 2 ഒരു തവണ അല്ലേ? 20-ൽ എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും അല്ലേ? 10 2 20 ആണ്. സോ നമ്മുടെ ആൻസർ 10 ഇൻറ്റു 19, 19ൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 190. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാലും ഇക്വേഷൻ എന്താ? n ഇൻറ്റു n മൈനസ് 1/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ടൈപ്പ് കിട്ടി. ഇനി ടൈപ്പ് 4, നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് 0 + 1 + 2 + 3 + 4 + എക്സിട്ര + 19. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 19 വരെയുള്ള അഖണ്ഡ സംഖ്യകൾ കൂട്ടുകയാണ്. അപ്പോൾ വേഗം 19 വരെയല്ലേ? അപ്പോൾ 19 എന്നാണ്. 19 ഇൻറ്റു 19 മൈനസ് 1, 19 ഇൻറ്റു 18 എന്നും പറഞ്ഞ് ചെയ്താൽ അത് തെറ്റായി പോകും. എന്തുകൊണ്ടാണ്? 19 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? n എന്ന് പറഞ്ഞാൽ അഖണ്ഡ സംഖ്യകളുടെ നമ്പറാണ് അല്ലേ? അപ്പോൾ 19 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 19 വരെ 1 മുതൽ 19 വരെ 19 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാ? 19 വരെ 20 അഖണ്ഡ സംഖ്യകളുണ്ട്. അപ്പോൾ n-ന്റെ വാല്യൂ 20 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. n ഇൻറ്റു n മൈനസ് 1/2. ഇക്വേഷനിൽ n-ന്റെ വാല്യൂ 20 ആണ്. 20 ഇൻറ്റു 19/2 ചെയ്യുമ്പോൾ നമുക്ക് 2-ൽ 2 ഒരു തവണ, 20-ൽ 10 പ്രാവശ്യം പോകും 2. അപ്പോൾ നമുക്ക് 190 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് ആദ്യം കാണുമ്പോൾ 19 ആണ് അവസാനം. അപ്പോൾ 19 ഇൻറ്റു 18/2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഓക്കെ, അടുത്ത നോക്കിക്കേ. 0 + 1 + 2 + 3 + 4 + 5 + എക്സിട്ര + 50. 50 വരെ എഗെയിൻ നമുക്ക് 50 ഇൻറ്റു 49/2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. 50 വരെ എത്ര അഖണ്ഡ സംഖ്യകളുണ്ട്? 1 മുതൽ 50 വരെ 50 ഉണ്ട്, പ്ലസ് ഒരു 0 കൂടെ ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? 50ൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ? അപ്പോൾ 51 എണ്ണം ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 51. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ n ഇൻറ്റു n മൈനസ് 1/2 അപ്ലൈ ചെയ്യുമ്പോൾ n-ന്റെ വാല്യൂ 51. 51 ഇൻറ്റു 51 1 പോയാൽ 50 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്കതിനെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 2-ൽ 2 ഒരു തവണ, 50-ൽ 2 എത്ര പ്രാവശ്യം പോകും? 25 പ്രാവശ്യം പോകും. അപ്പോൾ 51 ഇൻറ്റു 25 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കാം. 51 എന്ന് പറഞ്ഞാൽ 50 + 1 ആണ്, ഇൻറ്റു 25 ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 50-നെ 25 കൊണ്ട് ഗുണിക്കാം. അതിനെന്ത് ചെയ്താൽ മതി? 25-നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 5 5 25, 2 5 2 10 2 12. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 50-ൻ്റെ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1250 എന്ന് നമുക്ക് കിട്ടി. പിന്നെ എന്ത് ചെയ്താൽ മതി? 1-നെ 25 കൊണ്ട് ഗുണിക്കാം. 1-നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 5 2 7, 1275. സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 1275 എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിക്കുക, 0 മുതൽ 19 വരെയാണ്. അപ്പോൾ 19 വരെയുള്ള അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എണ്ണം നമ്മൾ നോക്കണം. 19 അല്ല, 19-നേക്കാളും 1 കൂടുതലുണ്ടാവും. 20 അഖണ്ഡ സംഖ്യകൾ ഉണ്ടാവും. 50 വരെ എന്ന് പറയുമ്പോൾ 50 + 50 ആണ്. സോ 51 അഖണ്ഡ സംഖ്യകളുണ്ടാവും. നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നാലാമത്തെ ടൈപ്പ്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് 20 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക. 20 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 വരെ എത്രയുണ്ട് അഖണ്ഡ സംഖ്യകൾ? n എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. 20 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. 0 + 1 + 2 + 3 + എക്സിട്ര + ഏത് വരെ ഉണ്ട്? 20 വരെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 20 വരെ എന്ന് പറയുമ്പോൾ എത്ര അഖണ്ഡ സംഖ്യ ഉണ്ടാവും? 20-നേക്കാളും 1 കൂടണം അല്ലേ? 1 മുതൽ 20 വരെ 20 എണ്ണം, ഒരു 0 കൂടെ ഉണ്ട്. സോ n എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? തുക കാണാൻ n ഇൻറ്റു n മൈനസ് 1/2. അപ്പോൾ വീണ്ടും 20 ഇൻറ്റു 19/2, 2-ൽ 2 ഒരു തവണ, 20-ൽ 10 പ്രാവശ്യം. സോ നമ്മുടെ ആൻസർ 190 എന്ന് കിട്ടി. ഈസി അല്ലേ? അതേപോലെ നോക്കിക്കേ, 99 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക ജസ്റ്റ് ഒന്ന് എഴുതാം നമുക്ക്. 99 വരെ 0 + 1 + 2 + 3 +
എക്സിട്ര പ്ലസ് എവിടം വരെ 99 വരെയുണ്ട്. അപ്പൊ 99 വരെ എത്ര ഖണ്ഡസംഖ്യകളാ? 1 മുതൽ 99 വരെ 99. ഒരു 0 കൂടി ഉണ്ട്. അപ്പൊ എത്ര എണ്ണം ആയി? n എന്ന് പറയുന്നത് 100 എണ്ണം ഉണ്ട് അല്ലെ? അഖണ്ഡസംഖ്യകൾ 100 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ n × n-1/2 അപ്ലൈ ചെയ്യുമ്പോൾ 100 ഇൻറ്റു 100 1 പോയാൽ 99 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. 2ൽ 2 ഒരു തവണ, 100ൽ 2 50 അല്ലെ? 50 × 2 ആണ് 100. സോ 50 × 99 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 50 × 99 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുമ്പോൾ 495 ഒരു 0 കൂടെ, അപ്പൊ 4950 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈസി അല്ലേ? അപ്പം 20 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 21. 99 വരെ എത്ര അഖണ്ഡസംഖ്യകളുണ്ട്? 100 അല്ലേ? അപ്പൊ അഖണ്ഡസംഖ്യകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തുക കണ്ടുപിടിക്കാൻ n × n-1/2 ചെയ്താൽ മതി. അപ്പൊ അഖണ്ഡസംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് തെറ്റിക്കാതിരിക്കുക. ഓക്കെ, അടുത്തത് 6ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ എത്ര അഖണ്ഡസംഖ്യകളുടെ തുകയാണ് 55? 55 എന്ന് പറയുന്നത് എത്ര അഖണ്ഡസംഖ്യകളുടെ തുകയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ എന്താണ്, അഖണ്ഡസംഖ്യകളുടെ എണ്ണം തന്നിട്ട് തുക കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്. തുകയുടെ ഇക്വേഷൻ എന്താ? n × n-1/2 അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം. n × n-1/2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 55 ആണെന്ന്. ഇതിനൊന്ന് നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n × n-1 ഇസ് ഈക്വൽ ടു, ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം എന്നാവും. 55 × 2, 55 × 2 എന്ന് പറയുമ്പോൾ എത്രയാ? 110 അല്ലേ? അപ്പൊ n × n-1 ഇസ് ഈക്വൽ ടു 110. നമ്മൾ കഴിഞ്ഞ തവണ എണ്ണൽ സംഖ്യകളൊക്കെ പഠിച്ചപ്പോൾ ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് n × n-1 എന്ന് പറഞ്ഞാൽ എന്താ? n × n+1 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് 7 ആണെങ്കിൽ ഇത് 8 ആണ് അല്ലേ? ഇത് 8 ആണെങ്കിൽ ഇത് 9 ആണ്, ഒന്ന് കൂടും. അതേപോലെ n × n-1 എന്ന് പറയുമ്പോൾ n 7 ആണെങ്കിൽ ഇത് n-1, അതായത് 7 1 കുറഞ്ഞാൽ 6. ഇത് 8 ആണെങ്കിൽ ഇത് 8 1 കുറഞ്ഞാൽ 7. അപ്പൊ അടുത്തടുത്തുള്ള സംഖ്യകൾ തന്നെയാണ് അല്ലേ? അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 110 കിട്ടണം. ഏതൊക്കെ രണ്ട് സംഖ്യകളാണ്? ആദ്യത്തേത് ചെറിയ സംഖ്യയും ആദ്യത്തേത് വലിയ സംഖ്യയും രണ്ടാമത്തേത് ചെറുതുമാണ്. കാരണം ഇവിടെ കുറയ്ക്കുക ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഏതൊക്കെ രണ്ട് സംഖ്യകൾ തമ്മിൽ ചേരുമ്പോഴാണ് 110 കിട്ടുക ഗുണിക്കുമ്പോൾ? ഈസി ആയിട്ട് നമുക്ക് പറയാലോ. ഏതൊക്കെയാണ് ഗുണിക്കുമ്പോൾ 110 കിട്ടുന്നത്? അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ വേണം. 11 × 10 നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 110 കിട്ടും. 11 n ആണെങ്കിൽ n-1 എന്ന് പറയുന്നത് എത്രയാണ്? 11 1 കുറച്ചാൽ 10. കറക്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പൊ 11 × 10 ചെയ്താൽ 110 കിട്ടും. അപ്പൊ n-ന്റെ വാല്യൂ എത്രയാണ്? അതിലെ വലിയ സംഖ്യ ആയിരിക്കും n, അതായത് 11. കിട്ടിയില്ലേ? ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ച് ചെയ്യാം. അടുത്ത നോക്കിക്കേ, ആദ്യത്തെ എത്ര അഖണ്ഡസംഖ്യകളുടെ തുകയാണ്? 28. തുക നമുക്ക് തന്നിട്ടുണ്ട്. n × n-1/2 എന്ന് പറയുന്നത് 28 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ n × n-1 എന്ന് പറയുന്നത് എത്രയാ? 28 ഇവിടെ ഉണ്ട്. ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ 28 × 2 എത്രയാ? 56. അപ്പോൾ n × n-1 ചെയ്യുമ്പോൾ നമുക്ക് 56 കിട്ടണം. അതായത് ഏതോ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 56 കിട്ടണം. അപ്പൊ ആദ്യത്തെ സംഖ്യ ഇവിടെ നോക്കിക്കാൻ നമുക്കറിയാം അല്ലെ? ആദ്യത്തെ സംഖ്യ 8 ആണെങ്കിൽ അടുത്ത സംഖ്യ എത്ര? 8 1 കുറച്ചാൽ 7. 8 7 56 എന്ന് നമുക്ക് കിട്ടും. ഈസി ആയിട്ട് കിട്ടില്ലേ? 7 8 56 അല്ലെങ്കിൽ 8 7 56. ഇവിടെ n എന്ന് പറയുന്നത് വലിയ സംഖ്യ ആയിരിക്കണം. സോ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് n-1 എന്താവുക? 7 ആയിട്ട് മാറുക. അപ്പൊ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് 56 കിട്ടുന്നത്. സോ 7 8 56 ഈസി ആയിട്ട് കിട്ടി. n-ന്റെ വാല്യൂ വലിയ സംഖ്യയാണ് n, സോ 8 ആയിരിക്കും നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആറാമത്തെ ടൈപ്പ്. ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ട് അപ്ലൈ ചെയ്താൽ മതി. എണ്ണൽ സംഖ്യ പഠിച്ചവർക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ഓരോ സംഖ്യകളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഒരെണ്ണം പഠിച്ചാൽ അടുത്തതൊക്കെ വളരെ ഈസിയാണ്. ഇക്വേഷൻസ് മാത്രം ചെറിയ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ഏഴാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 8 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0 1 2 3 4 5 6 7 8 ഇതെല്ലാം കൂടെ ഗുണിച്ച് നോക്കണം. ആണോ? ചെയ്യണോ? ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണിക്കണം. 1 × 2 × 3 × 4 ഗുണിച്ച് നമുക്ക് കണ്ടുപിടിക്കണം. അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം നോക്കിക്കേ നിങ്ങൾ.
സീറോയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് അല്ലേ. സീറോ കൊണ്ട് ഏതിനെ ഗുണിച്ചാലും സീറോ ആവും അല്ലേ. അപ്പം നമ്മളിവിടെ എത്ര വലിയ സംഖ്യ നമ്മൾ 1 മുതൽ 8 വരെ ഗുണിച്ചിട്ട് കിട്ടിയോ അതിൻ്റെ കൂട്ടത്തിൽ സീറോ ഗുണിച്ചു കഴിഞ്ഞാൽ എന്തായി? ആൻസർ ബിഗ് സീറോ അല്ലേ. അപ്പം ആദ്യത്തെ 8 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാ? സീറോ. സീറോ ഉള്ളത് കൊണ്ട് ഏത് ഗുണിച്ചാലും ആദ്യത്തെ 10,000 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ആദ്യത്തെ 1,00,000 അഖണ്ഡ സംഖ്യകളുടെ തുക ചോദിച്ചാലും എന്തായിരിക്കും? 0 ആയിരിക്കും. അഖണ്ഡ സംഖ്യയുടെ തുടക്കത്തിൽ 0 കിടക്കുമല്ലേ. 0നെ എന്തുകൊണ്ട് ഗുണിച്ചാലും 0 തന്നെ കിട്ടാം. അപ്പോൾ ഇവിടെ ആലോചിക്കുകയേ വേണ്ട. ഗുണനഫലം എന്ന് കണ്ടു കഴിഞ്ഞാൽ അഖണ്ഡ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ സംഖ്യകൾ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അഭാജ്യ സംഖ്യകൾ? ഇവിടെ നോക്കുക. ഇപ്പോൾ 2, 3, 5, 7 എന്താണ് ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക. 2നെ നമുക്ക് 1 × 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യകൾ വെച്ചിട്ട് ഗുണിച്ചിട്ട് എഴുതാൻ പറ്റുമോ 2നെ? ഇല്ല. 1 × 2 മാത്രമാണ് 2 ആയിട്ട് വരിക അല്ലെ. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ 2ന്റെ ഘടകമായിട്ട് വരുന്നത് അല്ലെ. അടുത്തത് നോക്കാം. 3നെ നമുക്ക് ഇതുപോലെ ഏതൊക്കെ സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റും? 1 × 3 എന്ന് എഴുതാം. അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് എഴുതാൻ പറ്റും 3നെ? ഇല്ല. 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ഘടകമായിട്ട് വരുന്നത്. 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 5 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതാനായിട്ട് പറ്റുമോ 5നെ? ഇല്ല. 7നെ അതുപോലെ 1 × 7 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും ഒരു സംഖ്യയായിട്ട് ഗുണിച്ചെഴുതാൻ പറ്റുമോ 7നെ? ഇല്ല. അപ്പോൾ ഇവിടെ 1ഉം ആ സംഖ്യയും അല്ലേ. 2നെ 1 × 2, 3നെ 1 × 3, 5നെ 1 × 5, 7നെ 1 × 7. 1ഉം അതേ സംഖ്യയും മാത്രമാണ് ഇവയുടെ എല്ലാം ഘടകമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഘടകം എന്ന് വെച്ചാൽ എന്താണ്? ഏത് 2 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് ആ സംഖ്യ കിട്ടുന്നത്. അപ്പൊ ആ സംഖ്യയുടെ ഘടകങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ഈ 2ന്റെ ഘടകം എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ് 2ന്റെ ഘടകം. 3ന്റെ ഘടകം എന്ന് പറയുമ്പോൾ 1ഉം 3ഉം ആണ് 3ന്റെ ഘടകങ്ങൾ. 5ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 5ലെ 1ഉം 5ഉം. 7ന്റെ എന്ന് പറയുമ്പോൾ 1ഉം 7ഉം ആണല്ലോ. അപ്പോൾ 1ഉം അതേ സംഖ്യയും ഘടകമായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അഭാജ്യ സംഖ്യകൾ ഏതെടുത്താലും അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1ഉം പിന്നെ ആ സംഖ്യയും തന്നെയായിരിക്കും. അപ്പോൾ 1ന്റെയും ആ സംഖ്യയുടെയും ഗുണിതമായിട്ട് മാത്രം എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതും കൂടെ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ. ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഇവിടെ 1ഉം ആ സംഖ്യയും മാത്രമാണ് ഘടകമായിട്ട് വരുള്ളൂ. പക്ഷെ 2ൽ കൂടുതൽ ഘടകങ്ങളായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 9, 10 ഇതൊക്കെ ഭാജ്യസംഖ്യകളാണ്. കാരണം എന്താണ്? 9നെ നമുക്ക് 1 × 9 എന്ന് എഴുതാം. പോരാഞ്ഞിട്ട് 3 × 3 എന്ന് എഴുതാം. അപ്പം നമുക്ക് 1ഉം 9ഉം 3ഉം എല്ലാം 9ന്റെ ഘടകമാണ് അല്ലേ. 10നെ നമുക്ക് 1 × 10 എന്ന് എഴുതാം. 2 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 1ഉം ആ സംഖ്യയും അല്ലാതെ മറ്റു ഘടകങ്ങൾ ആർക്കുണ്ടാവും? ഭാജ്യസംഖ്യകൾക്ക് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയ്ക്ക് ഘടകങ്ങളായിട്ട് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1ഉം അതേ സംഖ്യയും മാത്രമാണ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യകൾ എടുത്താൽ 1ഉം ആ സംഖ്യയെ കൂടാതെ മറ്റു ഘടകങ്ങൾ ഉണ്ടാവും. 2ൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നതിനെയാണ് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അഭാജ്യ സംഖ്യകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നോക്കാം. നമുക്ക് 10ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകളൊന്നും എഴുതാം അല്ലേ.
അപ്പോൾ 10ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ എഴുതുമ്പോൾ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം എന്താണ്, നമ്മൾ അഭാജ്യ സംഖ്യകളുടെ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞത്? അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന് ഘടകമായിട്ട് ആരൊക്കെ വരണം? 1 വരണം, പിന്നെ അതേ സംഖ്യയും വരണം, അല്ലെ? അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 1നെ കൂടാതെ വേറൊരു സംഖ്യ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് അഭാജ്യ സംഖ്യയാണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ല. 2 നമ്മളിപ്പോൾ പഠിച്ചു, 1 × 2 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ, അല്ലെ? അപ്പോൾ 1 ഈ 2ഉം അതിന്റെ ഘടകമായി വരുന്നത് കൊണ്ട് 2 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അടുത്തത് 3 ആണ്. 3നെ നമുക്ക് 1 × 3 എന്ന് മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1ഉം ആ സംഖ്യയും 3 മാത്രമായിട്ട് വരുന്നത് കൊണ്ട് 3ഉം എന്താണ്? നമ്മുടെ അഭാജ്യ സംഖ്യയാണ്. ഇനി 4 എടുത്ത് നോക്കുക. 4 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. അപ്പൊ അത് അഭാജ്യ സംഖ്യയാണോ? അല്ല. 1ഉം 4ഉം 2ഉം ഇതെല്ലാം 4ന്റെ ഘടകമായിട്ട് വരും. അതുകൊണ്ട് 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാജ്യ സംഖ്യയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ് എന്ന് പറയാം, അല്ലെ? അപ്പൊ നമുക്കത് എന്താണ്? അഭാജ്യ സംഖ്യയായിട്ട് എഴുതാൻ പറ്റില്ല. ഇനി 3, 4 കഴിഞ്ഞു 5 എടുത്ത് നോക്കുക. 5 എടുക്കുമ്പോൾ നമുക്ക് 1 × 5 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് എഴുതാൻ പറ്റുമോ 5നെ? ഇല്ല. അപ്പൊ 5 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അടുത്തത് 6 ആണ്. 6നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. ഇതെല്ലാം എന്താണ്? 6 തന്നെയാണ് ആൻസർ വരിക. അപ്പൊ 1, 6, 2, 3 എല്ലാം എന്താണ്? 6ന്റെ ഘടകമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്? ഇത് ഭാജ്യ സംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആണ്, അല്ലെ? അപ്പൊ നമുക്ക് 6 പറ്റില്ല. അടുത്തത് എന്താണ്? 7 ആണ്. 7നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 7, അത് മാത്രമേ 7 ആയിട്ട് വരുള്ളൂ. അപ്പൊ 7 എന്താണ്? അഭാജ്യ സംഖ്യയാണ്. ഇനി അടുത്തത് 9 കഴിഞ്ഞാൽ 7 കഴിഞ്ഞാൽ 9. 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 9 എന്ന് എഴുതാം, 3 × 3 എന്ന് എഴുതാം, അല്ലെ? അപ്പൊ ഇതെല്ലാം 9 ആണ്. അപ്പൊ 1ഉം 9ഉം 3ഉം എല്ലാം എന്താണ്? 9ന്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ 9 എന്താണ്? ഒരു ഭാജ്യ സംഖ്യയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ 9 എന്തല്ല? അഭാജ്യ സംഖ്യയല്ല. അടുത്തത് 10 ആണ്. 10നെയും നമുക്കറിയാം 1 × 10 എന്ന് എഴുതാം, 2 × 5 എന്ന് എഴുതാം. അപ്പൊ 1ഉം 10ഉം 2ഉം 5ഉം എല്ലാം 10ന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് കൊണ്ട് 10 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, ഒരു ഭാജ്യ സംഖ്യയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ 10ൽ താഴെയുള്ളതാണ് നമ്മളിപ്പോൾ എഴുതുന്നത്, അല്ലെ? അപ്പൊ 10 വരെയുള്ള നമ്പേഴ്സ് എടുത്താൽ എത്ര അഭാജ്യ സംഖ്യയാണ് ഉള്ളത്? 1, 2, 3, 4. ഏതൊക്കെയാണ്? 2, 3, 5, 7. ഇത് 4 എണ്ണമാണ് 10ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ. 1 മുതൽ 10 വരെയുള്ളതിൽ അഭാജ്യ സംഖ്യകൾ എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. എന്താണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ, നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്തോറും എഴുതുന്ന എല്ലാ അഭാജ്യ സംഖ്യകളും ഒറ്റയാണ്. നമ്മൾ ആദ്യത്തെ എഴുതുന്ന ഈ 2 മാത്രമാണ് ഇരട്ട സംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യ. 2 ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യയുള്ളൂ. അത് ഏതാണ്? അത് 2 ആണ്. അപ്പൊ 2നെ കുറിച്ച് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അതും 2 ആണ്. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 2 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ 2നെ കുറിച്ചിട്ട് നമുക്ക് ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നോക്കാം. അപ്പൊ 2, 3, 5, 7 ഇങ്ങനെ പോകുന്നതാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണിയിട്ട് 4 എന്ന് പറയാം, അല്ലെ? 1 മുതൽ 20 വരെ എത്രയുണ്ട്, അല്ലെങ്കിൽ 20 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെ? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, 0 to 10. ഓക്കെ, 0 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ നമ്പറും എഴുതിയിട്ടുണ്ട്.
അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അത് അഭാജ്യ സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആ സംഖ്യയെ നമുക്ക് ആ സംഖ്യയും അല്ലാതെയും കൂടെ ഇട്ട് ഗുണിച്ചെഴുതാൻ പറ്റുമോ അല്ലെ? ഒന്നും അതേ സംഖ്യ മാത്രമാണ് ഘടകമായിട്ട് വരുന്നതെങ്കിൽ അത് അഭാജ്യ സംഖ്യ ആണ് എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും അല്ലെ? പക്ഷേ 0 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യയുണ്ട് അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് അറിയാം 10ൽ താഴെ 4 എണ്ണേ ഉള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ളത് 20 മുതൽ 30 വരെ എത്രയുണ്ട്, അല്ലെങ്കിൽ 10 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, 60 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാനായിട്ട് പാടാണ് അല്ലെ? എല്ലാ അഭാജ്യ സംഖ്യകളും എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ആ നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഒരു ഓർഡറിൽ ഒരു കോഡ് പോലെ ഈ നമ്പേഴ്സ് അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? 0 മുതൽ 10 വരെ 4 അഭാജ്യ സംഖ്യകൾ, 10 മുതൽ 20 വരെ 4 എണ്ണം, 20 മുതൽ 30 വരെ 2 എണ്ണം, 30 മുതൽ 40 വരെ 2 അഭാജ്യ സംഖ്യ, 40 മുതൽ 50 വരെ 3 അഭാജ്യ സംഖ്യ, 50 മുതൽ 60 വരെ 2 അഭാജ്യ സംഖ്യ, 60 മുതൽ 70 വരെ 2 എണ്ണം, 70 മുതൽ 80 വരെ 3 എണ്ണം, 88 90 2 എണ്ണം, 90 മുതൽ 100 വരെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് ഓർഡറിൽ അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്പർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത്? 44 22 ഒരു നമ്മളൊരു ഫോൺ നമ്പറൊക്കെ പഠിച്ചു വെക്കുന്ന കൂട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. 44 22 322 321 അല്ലേ? 44 22 322 321. ഒന്നുകൂടെ പറയാം, 44 22 322 321. ഇതെങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും കാണാതെ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഈ നമ്പർ ഓർഡറിലൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഈസി ആയിട്ട് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ 20 മുതൽ 80 വരെയുള്ള നമ്പേഴ്സിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നമ്പർ ഒന്ന് പഠിച്ചു വെക്കാം. 44 22 322 321. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 40 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 40 കഴിഞ്ഞിട്ട് 41 അഭാജ്യ സംഖ്യയാണോ, 43 അഭാജ്യ സംഖ്യയാണോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനാണ് നേരത്തെ നമ്പേഴ്സ് പഠിച്ചു വെച്ചത് അല്ലേ? അപ്പോൾ ആ നമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് നമുക്ക് ഓർഡറിൽ എഴുതാം. 40 മുതൽ 90 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? 44 22 322 321 അല്ലെ? ഈ നമ്പർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് ഓർഡറിൽ എഴുതി വെക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ ആ നമ്പർ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? ഇത് ആദ്യം വരുന്നത് 0 മുതൽ 10 വരെയാണ് അല്ലേ? 0 to 10 ആണ്. ഇവിടെ 10 മുതൽ 20 വരെ, ഇത് 20 മുതൽ 30 വരെ. ഈ ഓർഡറിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ? 0 മുതൽ 10, 10 to 20, 20 to 30, അടുത്തത് 30 to 40 ആണ്. ദെൻ 40 to 50 ആണ്. ഇത് 50 to 60 ആണ്. ഇത് 60 to 70 ആണ്. ഇത് 70 to 80 ആണ്. ഇത് 80 to 90 ആണ്. ഇവിടെ 90 to 100 ആണ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. അതിനാണ് ഈ നമ്പേഴ്സ് ഇങ്ങനെ ഓർഡറിൽ പഠിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 40 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 0 to 10 ആണ്. അപ്പോൾ അത് പറ്റില്ല. 10 to 20 പറ്റില്ല. 20 to 30 പറ്റില്ല. 30 to 40 പറ്റില്ല. 30ന്റെ 40ന്റെ ഇടയിലുള്ളതാണ് വരിക. നമുക്ക് 40 മുതലാണ്. അപ്പം 40 മുതൽ എന്ന് പറയുമ്പോൾ 40 to 50 വരുന്നത് എവിടെയാണ്? ഇതാ ഈ 3 വരുന്നത് അല്ലേ? 40 to 50 എന്ന് പറയുന്നത് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 40 മുതൽ എത്ര വരെയാണ്? 90 വരെയാണ്. അപ്പോൾ 90 വരെ എന്ന് പറയുമ്പോൾ 80 to 90 എത്രയുണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ 90 വരെ എന്ന് പറയുമ്പോൾ ഇതുവരെയും. ഓക്കെ, 80 to 90 വരുന്നത് എവിടെയാണ്? ഈ 2 അപ്പോൾ ഇതുവരെയാണ് എന്ത് നമ്മുടെ വേണ്ടത്. അപ്പോൾ 40 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഇത് 3, 3ഉം 2ഉം 5, 5ഉം 2ഉം 7, 7ഉം 3ഉം 10, 10ഉം 2ഉം എത്രയാണ്? 12 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, 12 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഈ നമ്പർ നമുക്കറിയാം, അത് നമ്മൾ എഴുതി വെച്ചു. 44 22 322 321 നമ്പർ എഴുതി വെച്ചു. അത് നമുക്ക് ഓരോന്നും 0 മുതൽ 10, 10 to 20 ആ ഓർഡറും നമുക്കറിയാം. അപ്പോൾ 40 മുതൽ 90 വരെ എന്ന് പറയുമ്പോൾ
40 to 50 എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 40 മുതൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ 3 നിന്ന് സ്റ്റാർട്ട് ചെയ്തു 90 വരെ എന്ന് പറയുമ്പോൾ 80 to 90 ആ ലൈൻ എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് ഈ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ, എളുപ്പമല്ലേ? ഒന്നുകൂടെ ചെയ്യാം. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഒന്നുകിൽ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണ്? നമുക്കറിയാം 44, 22, 322, 321 ഇതാണ് നമ്മുടെ നമ്പർ അല്ലേ? അപ്പോൾ അത് നമ്മൾ ഓർഡറിൽ എഴുതി വെച്ചു. ഇനി എന്താണ് പറയുന്നത്? 1 മുതൽ 100 വരെ. 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് 0 to 10 ആണ്. അപ്പോൾ 1 മുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ. ഇനി ഇവിടെ 321ന്റെ ലാസ്റ്റ് എന്താണ്? ഇവിടെ ലാസ്റ്റ് 90 to 100 ആണ് അല്ലേ? ഇവിടെയാണ് 100 വരുന്നത്. അപ്പോൾ ഈ എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് കിട്ടും അല്ലേ? നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കൂട്ടിക്കഴിഞ്ഞാൽ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അപ്പോൾ കൂട്ടാം. 4 ഉം 4 ഉം 8, 8 ഉം 2 ഉം 10, 10 ഉം 2 ഉം 12, 12 ഉം 3 ഉം 15, 15 ഉം 2 ഉം 17, 17 ഉം 2 ഉം 19, 19 ഉം 3 ഉം 22, 22 ഉം 2 ഉം 24, 1 25 അഭാജ്യ സംഖ്യകളാണ് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് ഏത് ചോദിച്ചാലും ഓക്കെ. ഇനിയിപ്പോൾ എന്താണ് 30 മുതൽ 60 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് 0 to 10 ആണ്. ദെൻ 10 to 20 ആണ്, 20 to 30 ആണ്, 30 to 40 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ 30 മുതൽ 60 വരെ എന്ന് പറയുമ്പോൾ ഇത് 30 to 40 ആയി, ഇത് 40 to 50 ആയി, ഇവിടെ 50 to 60, 60 വരെയാണല്ലോ. അപ്പോൾ 50 to 60 എന്ന് പറയുമ്പോൾ ഇവിടം വരെ. അപ്പോൾ 2 3 5 2 7 ഇത് 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 7 അഭാജ്യ സംഖ്യകൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ എത്ര സംഖ്യകൾ ചോദിച്ചാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ നമ്പർ ഒന്ന് പഠിച്ചു വയ്ക്കാം. 44, 22, 322, 321. ഓക്കെ ആണല്ലോ? അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ ഇത്രയും നേരം 0 മുതൽ 10 വരെ 10 to 20, 20 to 30, 10 10 10 വ്യത്യാസത്തിൽ 100 വരെയുള്ളതിൻ്റെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി എങ്ങാനും 25 വരെ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യ 25 മുതൽ 50 വരെ അല്ലെങ്കിൽ 50 മുതൽ 75 വരെ 75 മുതൽ 100 വരെ. അപ്പോൾ 25ന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പഠിച്ചു വയ്ക്കാനായിട്ട് ഒരു നമ്പർ പഠിച്ചു വയ്ക്കുക. 9664 ഇതാണ് നമ്പർ. ഓക്കെ, എന്താണ് 9664? ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 25 വരെ 9, 25 മുതൽ 50 വരെ 6, 50 to 75 6, 75 to 100 ചോദിച്ചാൽ 4 അഭാജ്യ സംഖ്യകൾ. ഇനി ഇതിൽ നിന്ന് തന്നെ 25 മുതൽ 75 വരെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി അല്ലേ? 50 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 25 മുതൽ 75 വരെ എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ 25ന്റെ ടേംസിലാണ് നമുക്ക് ചോദിക്കുന്നത് എങ്കിൽ ഈ നമ്പർ പഠിച്ചു വെക്കാം, 9664. അപ്പോൾ 10ന്റെ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 44, 22, 322, 321. 25ന്റെ വ്യത്യാസത്തിലാണെങ്കിൽ 9664 ആണ്. ഓക്കെ ആണല്ലോ? ഈ സംഖ്യയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഭാജ്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ് 1 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഭാജ്യസംഖ്യയിലും വരില്ല, അഭാജ്യ സംഖ്യയിലും വരില്ല അല്ലെ? അപ്പൊ അഭാജ്യ സംഖ്യയിലും ഭാജ്യസംഖ്യയിലും പെടാത്ത ഒരേ ഒരു എണ്ണൽ സംഖ്യയാണ് ഉള്ളത്. അത് ഏതാണ്? 1 ആണ്. ഓക്കെ, ഭാജ്യസംഖ്യ അല്ലാത്ത അഭാജ്യ സംഖ്യ അല്ലാത്ത ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അത് ഏതാണ്? 1 ആണ്. അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ, എന്താണ് ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ. ഇതെല്ലാം ചോദിച്ചാൽ ആൻസർ എന്താണ്? അതെല്ലാം 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഭാജ്യ സംഖ്യയെ പറ്റി അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ 2 ഇരട്ട അഭാജ്യ സംഖ്യയെ കുറിച്ചിട്ടൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സംഖ്യ തന്നിട്ട് അതിനെ അഭാജ്യ ഘടകങ്ങളാക്കാനാണ് പറയുന്നത്. അപ്പോൾ 72നെ
അഭാജ്യ ഘടകങ്ങൾ ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 72നെ അഭാജ്യ ഘടകങ്ങൾ ആക്കണം. എങ്ങനെയാണ് ആക്കുക? അഭാജ്യ ഘടകം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഘടകങ്ങൾ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതെ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യും അല്ലെ, 72 എന്നിട്ടിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ സാധാരണ ഹരിക്കുന്നത് പോലെ ഇതിനെ എത്ര വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ, വെട്ടിച്ചുരുക്കാൻ പറ്റും എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്ന സംഖ്യകളൊക്കെ അഭാജ്യമായിരിക്കണം. അഭാജ്യ സംഖ്യകൾ വെച്ചിട്ടാണ് ഇതിനെ ഹരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 72 നമുക്ക് എത്ര വെച്ചിട്ട് ചെയ്യാം? 2. 72 എന്ന് പറയുമ്പോൾ നമുക്ക് 2 പോകുമല്ലോ. അഭാജ്യ സംഖ്യകൾ വേണം. അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ 2, 3, 5, 7, 11, 13 അതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ. അപ്പൊ നമുക്ക് 2 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ എടുക്കാം. അപ്പൊ 2 72 എത്ര തവണ പോകും? 72നെ 2 കൊണ്ട് ഹരിച്ചാൽ പകുതി അല്ലെ. 72ന്റെ പകുതി എത്രയാ? 36. 36 2 72 ആണ്. ഓക്കെ, ഇനി ഈ 36നെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? എഗെയിൻ നമുക്ക് 2 കൊണ്ട് ഹരിച്ചൂടെ? യെസ്, 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 36നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാ? 36ന്റെ പകുതി 18 അല്ലെ. ദെൻ നമുക്ക് എഗെയിൻ 18നെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? 2 കൊണ്ട് ഹരിച്ചൂടെ? യെസ്, 2 കൊണ്ട് ഹരിക്കുമ്പോൾ 18ന്റെ പകുതി എത്രയാ? 9 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 18നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 9 എന്ന് കിട്ടും. ഇനി 9നെയും നമുക്ക് ചെറുതാക്കാം. 9നെ 2 പോവോ? ഇല്ല, 9 ഒറ്റ സംഖ്യ ആണ്. സോ 9നെ നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? 3 വെച്ച് കട്ട് ചെയ്തൂടെ? യെസ്, 3 വെച്ച്. അപ്പൊ 9നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3. കാരണം 3 3 9 അല്ലെ. 9 2 18 ഇങ്ങനെയാണ് ഘടകങ്ങളാക്കുന്നത്. ഹരിക്കുന്നതിന്റെ വേറൊരു രൂപം അല്ലെ. അവസാനം നമ്മൾ 1ലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ ഇവിടെ 9നെ 3 കൊണ്ട് ഹരിച്ചു, നമുക്ക് 3 കിട്ടി. ഇനി 3നെയും നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിച്ചൂടെ ഒന്നാക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3/3 എത്രയാ? 1. അപ്പൊ നമ്മൾ അവസാനം 1 എത്തിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഘടകങ്ങളാക്കേണ്ടത് കേട്ടോ. കൃത്യമായിട്ട് പോകുന്ന സംഖ്യ എടുത്തിട്ട്, അപ്പൊ ഇതിൽ ഏത് സംഖ്യ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് അഭാജ്യ സംഖ്യകൾ മാത്രം എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് 1 വരെ എത്തിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടത്? ഇതിനെ 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്നും, 3 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് എന്നും, 3 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിക്കേ, 2, ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ എന്താ? 2നെ നമ്മൾ 3 തവണ ഗുണിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? 2ന്റെ ക്യൂബ് എന്നല്ലേ. യെസ്, ഇൻറ്റു എങ്ങനെ എഴുതാം നമുക്ക്? 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എന്താ? 3ന്റെ സ്ക്വയർ ആണ് അല്ലേ. 1 പിന്നെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ആൻസർ എന്താണ്? 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, എങ്ങനെ 2 ക്യൂബ് കിട്ടിയേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2നെ 3 തവണ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2ന്റെ ക്യൂബാണ്. ഇവിടെ 3 ഇൻറ്റു 3, 3നെ 2 തവണ ഗുണിക്കുക എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്, 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം ഇതേപോലെയുള്ളത്. അടുത്തത് 200നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 200നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്താണ് കിട്ടുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 5 ക്യൂബ് ഇൻറ്റു 2 സ്ക്വയർ തന്നിട്ടുണ്ട്. ദെൻ 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് തന്നിട്ടുണ്ട്. ദെൻ 5 ക്യൂബ് ഇൻറ്റു 2⁵5 എന്ന് തന്നിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് 5⁵2 ഇൻറ്റു 5⁵3 എന്ന് തന്നിട്ടുണ്ട്. സോറി, 5⁵5 എന്ന് തന്നിട്ടുണ്ട്. ഇതിലേതാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഘടകങ്ങളാക്കാൻ എങ്ങനെയാണ് അല്ലേ. അപ്പോൾ 200നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതാം. എന്നിട്ട് 200ൽ നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യാം? നമുക്ക് ഏറ്റവും ചെറുത് തൊട്ട് തുടങ്ങാം. 2 വെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് 100 കിട്ടും. പിന്നെ അതിനെ വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആകുമ്പോൾ ഒരുപാട് വലിയ സ്റ്റെപ്പാവും. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഷോർട്ടാക്കാൻ വേണ്ടി നമ്മൾ 5 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അഭാജ്യ സംഖ്യ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ 5 വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് 5ൽ 200, 200നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40. 40 ഇൻറ്റു 5 200. അപ്പോൾ 40 എന്ന് കിട്ടി. ദെൻ 40നെ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിച്ചൂടെ? 40നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8. 8 5 40 ആണ്. എഗെയിൻ ഈ 8നെ നമുക്ക് എന്ത് ചെയ്യാം?
ഹരിക്കാം. എത്ര കൊണ്ട് ഹരിക്കാം? 5 കൊണ്ട് പറ്റുമോ? ഇല്ല. 2 വെച്ച് ഹരിക്കാം അല്ലേ? അപ്പോൾ 2 വെച്ച് ഹരിക്കുമ്പോൾ 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 4. ഇനി ഈ 4ൽ ഏത് ചെയ്യാം? 2 വെച്ച് ചെയ്തൂടെ? 2 4ൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. സോ എഗെയിൻ ഈ 2നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നാക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കാം. 2/2 എത്രയാ? 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്താ? ഇങ്ങനെ അല്ലേ? 5 × 5 5 × 5 എന്ന് പറയുമ്പോൾ എത്രയാ? 5ന്റെ സ്ക്വയർ ഇൻറ്റു ഇവിടെ എത്രയാ? 2 × 2 × 2 2 × 2 × 2 മീൻസ് 3 തവണ അല്ലേ? അതായത് 2 ക്യൂബ്. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. ഇതാണ് നമ്മുടെ ആൻസർ. 5 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ എങ്ങനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കുന്നത്? അഭാജ്യ സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അഭാജ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 108നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. 108നെ അഭാജ്യ ഘടകങ്ങളാക്കണം. നേരത്തെ പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്, ദെൻ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്, ദെൻ 2⁴ ഇൻറ്റു 3�7, ദെൻ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 2�6 ഇൻറ്റു 3�2. ഇങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൻസറിലെത്താം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 108 നമുക്കതിനെ ഘടകങ്ങളാക്കുമ്പോൾ അഭാജ്യ സംഖ്യകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 108 നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 2. 108നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 108ന്റെ പകുതി 54 അല്ലേ? 100ന്റെ പകുതി 50, 8ന്റെ പകുതി 4, അപ്പോൾ 54. ദെൻ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 കൊണ്ട് ഹരിച്ചൂടെ? യെസ്. അപ്പോൾ 54ന്റെ പകുതി അല്ലേ? 54നെ 2 കൊണ്ട് ഹരിക്കാന്ന് പറയുമ്പോൾ 27. 50ന്റെ പകുതി 25, 4ന്റെ പകുതി 2, അപ്പോൾ 25 2 എത്ര? 27. ദെൻ ഇതിന് നമുക്ക് വീണ്ടും 2 കൊണ്ട് പറ്റുമോ? 27 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലെന്നറിയാം. പിന്നെ നമുക്ക് ഏതെടുക്കാം? 3 വെച്ച് ഹരിക്കുമ്പോൾ 27നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 അല്ലേ? 9 3 27. സോ 9 എന്ന് കിട്ടി. ഈ 9നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 3 3 9 ആണ്. എഗെയിൻ ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് തന്നെ ഹരിക്കാം. അപ്പോൾ 1 കിട്ടും അല്ലേ? 3/3 1. അപ്പോൾ 1 എത്തുന്നത് വരെ നമ്മൾ ഹരിച്ചു. സോ നമുക്ക് എന്ത് കിട്ടി? 2 × 2 2 × 2 മീൻസ് 2 സ്ക്വയർ ഇൻറ്റു ഇവിടെയോ 3 × 3 × 3. അപ്പോൾ എന്താ? 3ന്റെ ക്യൂബ് അല്ലേ? അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അഭാജ്യ ഘടകങ്ങളാക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംഖ്യ തന്നിട്ട് അഭാജ്യ ഘടകങ്ങളാക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും അഭാജ്യ സംഖ്യ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഘടകങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറഞ്ഞോളൂ, നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? അപ്പോൾ ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യ ഏതാ? ആദ്യത്തെ അഭാജ്യ സംഖ്യ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, 2 ആണ്. ദെൻ അടുത്തത് ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 2 ഇൻറ്റു അടുത്ത അഭാജ്യ സംഖ്യ 3 ഇൻറ്റു അടുത്തത് 5 ഇൻറ്റു അടുത്തത് 7. 4 ആയില്ലേ? 2 3 5 7. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യയായി. ഇതിൻ്റെ ഗുണനഫലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗുണിക്കണം അല്ലേ? 3 × 2 ചെയ്താൽ 6 കിട്ടും. 6 × 5 ചെയ്യുമ്പോൾ 30 കിട്ടും. 30 × 7 എങ്ങനെ കണ്ടുപിടിക്കാം? 3 7 21. അപ്പോൾ 30 × 7 എന്ന് പറയുമ്പോൾ 21ൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 210 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എത്രയാ? 210 ആണ്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. ആദ്യത്തെ 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമാണ്. അപ്പോൾ ആദ്യത്തെ അഭാജ്യ സംഖ്യ 4 എഴുതുക, ഗുണിക്കുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തതും ഇതേപോലെ ആദ്യത്തെ 6 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 6 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? നമ്മളിപ്പോൾ ആദ്യത്തെ 4 എണ്ണം എഴുതിയില്ലേ അല്ലേ? ആദ്യത്തെ 4 എണ്ണം 2 × 3 × 5 × 7. അപ്പോൾ ഇത് 4 എണ്ണത്തിൻ്റെ ഗുണനഫലം നമുക്ക് 210 എന്ന് കിട്ടി. ഇനി അടുത്തത്, ഇപ്പോൾ ഇവിടെ 4 എണ്ണമായി. ഇനി 6 എണ്ണം എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞിട്ട് വരുന്നത് ഏതൊക്കെയാ? 11 × 13 അല്ലേ? 11ഉം 13 ആണ് അടുത്തത്. അപ്പോൾ 6 എണ്ണം ആയില്ലേ? അപ്പോൾ ഇതുവരെ ഉള്ളത് 210. അപ്പോൾ 210ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 11 × 13 ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ 210 × 11 × 13 നമുക്ക് ചെയ്യുമ്പോൾ 30 0 30. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിക്കോളൂ, കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. അപ്പോൾ എന്താണ് ആദ്യത്തെ ഇത്ര അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗുണിച്ചിട്ട് ആൻസർ എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നമ്മളോട് ചോദിക്കുന്നത് ടൈപ്പ് 3. 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? ഇതിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണ്? അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ഒന്നും അതേ സംഖ്യയും ഘടകമായിട്ട് വരുന്നതാണ് അഭാജ്യ സംഖ്യ. അപ്പൊ ഇവിടെ 11. 11ന് ഘടകമായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? 1ഉം 11ഉം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ 11 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണ്. ഇനി 13. 13നെ നമുക്ക് എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? 1 × 13 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ അതും അഭാജ്യ സംഖ്യയാണ്. ഇനി 15 നിങ്ങൾ നോക്കിക്കേ, 1 × 15 എന്ന് എഴുതാം. പിന്നെയോ 5 × 3 15 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 15ന് 1ഉം 15ഉം അല്ലാതെ വേറെയും ഘടകങ്ങളുണ്ട്. സോ നമ്മുടെ ആൻസർ എന്താ? 15. ഇപ്പൊ തന്നെ കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് നോക്കേണ്ട കാര്യമില്ല അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ അവസാനം 5 വരുന്നതിന് എന്തായാലും 5 എന്ന് പറയുന്നത് ഒരു ഘടകമായിരിക്കും അല്ലെ? അവസാനം 5 വരുന്നത് 15, 25, 35, 45 എന്നൊക്കെ പറയുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ, 5 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും. അപ്പൊ അതിന് ഘടകമായിട്ട് ഒരു 5ഉം വരുന്നുണ്ട്. അപ്പൊ 5 അവസാനം വരുന്ന ഇങ്ങനെയുള്ള സംഖ്യകളെല്ലാം എന്താണ്? ഭാജ്യ സംഖ്യകളായിരിക്കും, അഭാജ്യ സംഖ്യ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് 5 അവസാനമുണ്ട്. സോ 5 എന്തായാലും അതിൻ്റെ ഒരു ഘടകമായിട്ട് വരും. സോ നമുക്ക് ഉത്തരം എന്തായിട്ട് എടുക്കാം? ഓപ്ഷൻ സി 15 ആയിട്ട് എടുക്കാം. ഒരു ചോദ്യം കൂടെ ഇതുപോലത്തെ നോക്കാം. അടുത്തത് അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? തന്നിട്ടുള്ള ഓപ്ഷൻസ് 79, 59, 39, 29. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരും, കാരണം ഇവിടെ 5 ഒന്നും അവസാനം വരുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. 39, 59, 79. 79നെ നമുക്ക് ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇല്ല. അടുത്തത് 59, ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതാൻ പറ്റുമോ? ഇല്ല. 39നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എഴുതാം അല്ലെ? 13 × 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 39 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 39 എന്ന് പറയുന്നത് എന്താ? ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലെ? സോറി, അഭാജ്യ സംഖ്യ അല്ലാത്തതാണ്. അപ്പൊ ഭാജ്യ സംഖ്യയാണ്. 13 × 3 എന്ന് പറയുമ്പോൾ 1ഉം 13ഉം 13ഉം 3ഉം. അപ്പൊ 3ഉം 1ഉം 13ഉം എല്ലാം ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പൊ 39 എന്താ? ഒരു ഭാജ്യസംഖ്യയാണ് അല്ലെ? അപ്പൊ അഭാജ്യം അല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താ? 39. അപ്പോൾ ഇതെങ്ങനെയാ ഇപ്പോൾ 79, 59 ഒന്നും ഗുണിച്ചെഴുതാൻ പറ്റില്ല എന്ന് കണ്ടുപിടിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത് കേട്ടോ. ഇനി ടൈപ്പ് 4, 4ാമത്തെ ടൈപ്പ് ചോദിക്കുന്നത് തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ ഡി 5. ഇതിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചിരിക്കുന്നത്. അഭാജ്യ സംഖ്യകൾ നമ്മൾ പഠിച്ചു. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരുന്നെങ്കിൽ നമുക്ക് 1 എന്ന് എഴുതാം അല്ലെ? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്, അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ 1 പിന്നെ അതേ വേറൊരു സംഖ്യയും അല്ലെ? അതായത് അതേ സംഖ്യ, നമ്മൾ ഏത് സംഖ്യയാണോ എടുക്കുന്നത് 1ഉം ആ സംഖ്യയും ഘടകങ്ങളായിട്ട് വേണം. ഇപ്പൊ 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 മാത്രമേ ഉള്ളൂ, വേറൊരു സംഖ്യ അവിടെ വരുന്നില്ല അല്ലെ? അപ്പൊ 1 അഭാജ്യ സംഖ്യ ആണോ? അല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? 2 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ 2 എന്നുള്ളതാണ് ആൻസർ. ഇനി അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? തന്നിരിക്കുന്നതിൽ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. അഭാജ്യം എന്ന് വെച്ചാൽ 1ഉം ആ സംഖ്യയും മാത്രം ഘടകങ്ങൾ. ഭാജ്യം എന്ന് വെച്ചാൽ 1ഉം ആ സംഖ്യ അല്ലാതെ മറ്റു ഘടകങ്ങൾ ഉള്ളതാണ് ഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഇത് 2ഉം അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാണ്? ഇപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2 എന്ന് പഠിച്ചു. 3 എന്ന് പറയുന്നതും അഭാജ്യമാണെന്ന് പഠിച്ചു. അപ്പൊ 1 ആണോ 0 ആണോ? ആ ഒരു ഡൗട്ട് വരും അല്ലെ? 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. 1 എന്ന് പറയുന്നത് അഭാജ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പിന്നെ 0 ആവില്ലേ ആൻസർ എന്നുള്ള രീതിക്ക് നമ്മൾ വരും. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എണ്ണുമ്പോൾ 0 മുതൽ എണ്ണുമോ? 0, 1, 2 എന്നും പറഞ്ഞ് നമ്മൾ എണ്ണുമോ? ഇല്ല. നമ്മൾ എപ്പോഴും എണ്ണുമ്പോൾ എങ്ങനെയാ എണ്ണുക? 1, 2, 3 എന്നാണ് എണ്ണി പോവുക അല്ലെ? അപ്പൊ എണ്ണൽ സംഖ്യ എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് 1. 2ഉം 3ഉം അഭാജ്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് അഭാജ്യമായതുകൊണ്ട് അഭാജ്യമോ ഭാജ്യമോ അല്ലാത്തത് എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളത് 1ഉം 0ഉം ആണ്. ഇവിടെ എണ്ണൽ സംഖ്യ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ 0 എന്നത് ഒരിക്കലും ഒരു എണ്ണൽ സംഖ്യ അല്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായി? ഓപ്ഷൻ ബി ആയി.
ഈ ഒരു ടൈപ്പും ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്ത ഒരു ടൈപ്പ് 5, ഒരു സംഖ്യ തന്നിട്ട് അതിന് എത്ര ഘടകങ്ങളുണ്ട്, 101ന് എത്ര ഘടകങ്ങളുണ്ട്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ചോദ്യങ്ങളൊക്കെ. 101ന് എത്ര ഘടകങ്ങളുണ്ട്, എങ്ങനെയാ കണ്ടുപിടിക്കുക? നേരത്തെ പോലെ ഘടകങ്ങളാക്കി കണ്ടുപിടിക്കേണ്ടി വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 101 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത? ആ സംഖ്യക്ക് ഘടകമായിട്ട് ഒന്നും ആ സംഖ്യയും മാത്രമേ ഉണ്ടാവുള്ളൂ. 101 കിട്ടണമെങ്കിൽ 1നെ 101 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അഭാജ്യ സംഖ്യയാണ്. സോ ഒരു അഭാജ്യ സംഖ്യ എടുത്തിട്ട് അതിൽ എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഘടകം ഉണ്ടാവുള്ളൂ? ഏത് വലിയ സംഖ്യ ആണെങ്കിലും 2 ഘടകം, ഒന്നും ആ സംഖ്യയും മാത്രം, അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി 2 ആണ് നമ്മുടെ ആൻസർ. 101ന് എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങളേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം അതേപോലെ നോക്കിക്കോളൂ. 11ന് എത്ര ഘടകങ്ങളുണ്ട്? ഈസി അല്ലേ? 11 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അഭാജ്യ സംഖ്യയാണ്. അതിന്റെ ഘടകം എന്ന് പറയുന്നത് 1ഉം 11ഉം മാത്രമല്ലേ വരുന്നുള്ളൂ. അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 1ഉം അതേ സംഖ്യയും ഘടകങ്ങളായി വരണം. സോ 11ന് എത്ര ഘടകങ്ങളുണ്ട്? 2. അപ്പൊ ഏതൊരു അഭാജ്യ സംഖ്യ തന്നിട്ട് അതിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ എഴുതാം. എന്താണ്? 2 ആയിരിക്കും ആൻസർ. ഓക്കെ, യെസ്. അടുത്ത ടൈപ്പ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒരു ഭാജ്യസംഖ്യ ഏത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, അഭാജ്യം എന്താ ഭാജ്യം എന്താന്നൊക്കെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിലൊരു ഭാജ്യസംഖ്യ. ഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ ഒന്നും ആ സംഖ്യയും അല്ലാതെ മറ്റ് ഘടകങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ആദ്യം തന്നിട്ടുള്ളത് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ നമുക്ക് 1x3 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു അഭാജ്യമാണ്. ഇനി 5നെ നമുക്ക് 1x5 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അതും അഭാജ്യമാണ്. 7നെയും നമുക്ക് 1x7 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, അതും അഭാജ്യമാണ്. 9നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1x9 9 ആണ്, 3x3 9 ആണ്. അപ്പോൾ 1ഉം 9ഉം 3ഉം ഒക്കെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഭാജ്യസംഖ്യ ഏതാ? ഓപ്ഷൻ ഡി 9. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഇനി അടുത്തത് തന്നിരിക്കുന്നതിൽ അടുത്ത ടൈപ്പാണ് 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താം. 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 5 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. നമ്മൾ പറഞ്ഞു 1x5 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി 5ൽ അവസാനിക്കുന്ന ബാക്കിയുള്ള സംഖ്യകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. 5ൽ അവസാനിക്കുന്നത് 15, 25, 35, 45, 55, 65, 75, 85, 155, 255. ഏത് 5ൽ അവസാനിക്കുന്ന സംഖ്യകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ 5 എന്ന് പറയുന്ന സംഖ്യ, 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകൾക്കും 5 എന്ന് പറയുന്ന സംഖ്യ അതിന്റെ ഘടകമായിരിക്കും. നമുക്ക് എല്ലാത്തിനെയും 5ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, നിശേഷമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 5 ഒരു ഘടകമായിരിക്കും അല്ലെ? അപ്പോൾ 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യ ചോദിച്ചാൽ ആകെ എത്രയേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 1. ഒരേ ഒരു സംഖ്യ അല്ലെ? 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അത് 5 മാത്രമാണ്. ബാക്കി ഏത് നിങ്ങൾ 5ൽ അവസാനിക്കുന്ന എടുത്താലും നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 1ഉം 5ഉം ആ മറ്റേ സംഖ്യയും എല്ലാം അതിന്റെ ഘടകങ്ങളായിട്ട് വരും അല്ലേ? അപ്പോൾ അത് എന്തല്ല? അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ 5 മാത്രമാണ് 5ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ 5 മാത്രമേ ഉള്ളൂ. സോ 1 ആണ്, ഒറ്റ അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? യെസ്. അടുത്ത ഒരു ചോദ്യം PYQ ആണ് ഇതെല്ലാം. അടുത്ത ചോദിച്ചത് ഇങ്ങനെയാണ്, ശ്രേണിയാണ്. 2, 3, 5, 7. അടുത്ത സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെ തരും? ഓപ്ഷൻ എ 3 തരും, ഓപ്ഷൻ ബി 5 തരും, ഓപ്ഷൻ സി 7 തരും, ഓപ്ഷൻ ഡി 9 തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ്. സോറി, ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, 11. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻ തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിക്കാത്തവരെന്ത് ചെയ്യും? 2, 3, 5, 7 അടുത്തത് 9 ആയിരിക്കും എന്ന് ചാടിക്കേറി എഴുതാൻ പോകും. പക്ഷെ അത് തെറ്റാണ് അല്ലേ? നമുക്കറിയാം ഇവിടെ 1, 3 എന്നായിരുന്നെങ്കിൽ നമുക്കറിയാം ഒറ്റ സംഖ്യ. അപ്പോൾ 1, 3, 5, 7, 9, 11 ഇങ്ങനെയാണ് പോവുക.
പക്ഷെ ഇവിടെ 2 3 എന്നാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. ഇപ്പം 2ഉം 1ഉം കൂടെ കൂട്ടിയാലാ 3, പിന്നെ 3ന്റെ കൂടെ 2 കൂട്ടണം, 5ന്റെ കൂടെ 2 കൂട്ടണം അല്ലേ. അപ്പം ഇവിടെ ഒരു 1 കൂട്ടിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇവിടുത്തെ പ്രത്യേകത? അഭാജ്യ സംഖ്യകളാണ് അല്ലേ. 2 3 5 7 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ. അടുത്തത് 9 എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം 9ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1ഉം 9ഉം ഉണ്ട്, 3ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഭാജ്യസംഖ്യ. അപ്പോൾ 9 വരില്ല, അടുത്തത് എന്തായിരിക്കും? 11 ആയിരിക്കും വരിക. സോ ഉത്തരം നമുക്ക് എന്താ വരിക? ഓപ്ഷൻ ഇ 11 നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 11 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈപ്പ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ടൈപ്പ് 8 എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തതാ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ 73 63 53 43. നമുക്ക് ഈ സംഖ്യകൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവണം ഇതെന്താണ്? അഭാജ്യ സംഖ്യയും ഭാജ്യസംഖ്യയും കൂടെ തന്നിരിക്കുക. അപ്പൊ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? 73 53 43. 73നെ ഏതെങ്കിലും 2 സംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റുമോ? ഘടകങ്ങളാക്കിയിട്ട്? ഇല്ല. 53 പറ്റില്ല, 43 പറ്റില്ല. 63 നോക്കിക്കേ, നമുക്കറിയാം 9 × 7 എത്രയാ? 63 അല്ലെ. 7ഉം 9ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 63 കിട്ടും. അപ്പോൾ 9ഉം 7ഉം 1ഉം എല്ലാം എന്താണ്? ഈ 63ന്റെ ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാജ്യസംഖ്യ അല്ലേ? യെസ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 63 ഇതിന്റെ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത് കേട്ടോ, അഭാജ്യ സംഖ്യകളുടെ ഭാഗത്ത് നിന്ന്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭാജ്യ സംഖ്യ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 1 മുതൽ 100 വരെയുള്ളതിൽ അഭാജ്യ സംഖ്യ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും 6ന്റെ ടേബിൾ അറിയുമായിരിക്കും. 6ന്റെ ടേബിൾ നിങ്ങൾ നോക്കുക. 6 ഉണ്ട്, 12 ഉണ്ട്, പിന്നെ 18, 24, 30, പിന്നെ 36, 42, 48, 54, 60, 66, 72, 78, 84, 90, ദെൻ 96 അല്ലേ. അപ്പോൾ ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 6ന്റെ ടേബിൾ വെച്ച് നോക്കുമ്പോൾ 96 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആലോചിച്ച് പറയാം. 5 നമുക്ക് ഇത് അറിയുന്നതാണ്. 6ന്റെ തൊട്ട് മുൻപുള്ള 5ഉം 6 കഴിഞ്ഞിട്ടുള്ള 7ഉം ഇത് രണ്ടും അഭാജ്യ സംഖ്യ എന്ന് നമുക്കറിയാം. 6ന്റെ തൊട്ട് മുൻപുള്ള 5, 6ന്റെ തൊട്ട് കഴിഞ്ഞുള്ള 7ഉം അഭാജ്യ സംഖ്യ. അതേപോലെ നിങ്ങൾ നോക്കിക്കോ, 12ന് തൊട്ട് മുൻപുള്ള 11, 12 കഴിഞ്ഞിട്ടുള്ള 13 എന്താണ്? അഭാജ്യ സംഖ്യയാണ്, നമ്മൾ പഠിച്ചു തുടക്കത്തിലുള്ളത് അല്ലേ. അത് കഴിഞ്ഞ് 18ന് മുൻപുള്ള 17, 18 കഴിഞ്ഞുള്ള 19 അതും എന്തായിരിക്കും? അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി 24ന് മുമ്പുള്ള 23, 24ന് ശേഷമുള്ള 25, 25 അഭാജ്യ സംഖ്യ ആണോ? അല്ല. അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. 25 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യ അല്ല. 5ൽ അവസാനിക്കുന്നതൊന്നും അഭാജ്യ സംഖ്യ ആയിരിക്കില്ല. പക്ഷെ ബാക്കിയെല്ലാം ഈ 6ന്റെ ഗുണിതങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യ ആയിരിക്കും. 5ഉം 7ഉം 11ഉം 13ഉം 17ഉം 19ഉം 23. ഈ 25 5ൽ അവസാനിക്കുന്നതുകൊണ്ട് അഭാജ്യമല്ല. ഇനി 30ന്റെ തൊട്ടുള്ളത് 29ഉം 31ഉം രണ്ടും എന്താ? അഭാജ്യ സംഖ്യകളായിരിക്കും. 36ന് തൊട്ട് മുൻപ് 35, അത് എക്സെപ്ഷൻ ആണ്, 5ൽ അവസാനിക്കുന്നതുകൊണ്ട് ആയിരിക്കില്ല. 36 കഴിഞ്ഞ് 37 വരുന്നുണ്ട്, അതൊരു അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി 42ന് മുമ്പ് 41 ഉണ്ട്, 42 കഴിഞ്ഞ് 43 ഉണ്ട്, ഇതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യ ആയിരിക്കും. ഇനി 48ന് മുൻപുള്ള 47ഉം 48 കഴിഞ്ഞ് 49ഉം 47 അഭാജ്യ സംഖ്യ. പക്ഷെ 49ഓ അഭാജ്യ സംഖ്യ അല്ല. എന്തുകൊണ്ടാ? നമുക്കറിയാം 7 × 7 49 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് മറ്റു ഘടകങ്ങൾ വന്നു, സോ അത് ആയിരിക്കില്ല. അടുത്ത 54ന് മുൻപുള്ള 53, 54ന് ശേഷമുള്ള 55, 55 നമുക്കറിയാം 5ൽ അവസാനിക്കുന്നതുകൊണ്ട് അത് അഭാജ്യമല്ല. പക്ഷെ 53 എന്താ? അഭാജ്യമാണ്. ഇനി 60ന് മുൻപുള്ള 59ഉം 61ഉം രണ്ടും എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അടുത്തത് 66, 66ന് മുൻപ് 65, 5ൽ അവസാനിക്കുന്നതുകൊണ്ട് അത് അല്ല. ദെൻ 67 അഭാജ്യമാണ്. 72ന് മുൻപുള്ള 71ഉം 73 അവസാനം, അപ്പോൾ അത് രണ്ടും അഭാജ്യമാണ്. ഇനി 78ന് മുമ്പുള്ള 77 അഭാജ്യമാണോ? അല്ല, കാരണം 11 × 7 നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? 77 കിട്ടും. സോ 77 അഭാജ്യമല്ല. 79 അഭാജ്യമാണ്. ഇനി 84ന് മുൻപുള്ള 83, ഇവിടെ 85, 83 അഭാജ്യമാണ്. 85 5ൽ അവസാനിക്കുന്നതുകൊണ്ട് അഭാജ്യമല്ല. ഇനി 90ന് മുൻപുള്ളത് എന്താണ്?
90-ന് മുൻപുള്ളതാണ് ഇവിടെ വരുന്നത് 89, പിന്നെ ഇവിടെ 91. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താ അഭാജ്യമാണ് അല്ലെ? 89 അതുപോലെ 91. 91 അഭാജ്യമാണോ? അല്ല. 89 അഭാജ്യ, പക്ഷെ 91 അല്ല. കാരണം 13 × 7 നിങ്ങൾ ചെയ്ത് നോക്കിയോ, 91 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് 91 അഭാജ്യമല്ല. അടുത്ത 96. 96-ന് മുൻപുള്ളത് 95, 96-ന് ശേഷമുള്ളത് 97. 95 5-ൽ അവസാനിക്കുന്നതുകൊണ്ട് അഭാജ്യമല്ല. 97 അഭാജ്യമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 6-ന്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 6-ന്റെ പട്ടിക എടുക്കുക. ഒരു 6, 6, 2, 6, 12. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഗുണിതങ്ങൾ എഴുതുമ്പോൾ 6, 12, 18, 24, 30, 36, 42, 48, 54, 60 അങ്ങനെ പോകുന്ന 6-ന്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുൻപുള്ള സംഖ്യയും തൊട്ട് ശേഷമുള്ള സംഖ്യയും അഭാജ്യ സംഖ്യകളായിരിക്കും. അതിൽ ചില സംഖ്യകൾ 5-ൽ അവസാനിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ 2 സംഖ്യകൾ കൂട്ടി എഴുതാൻ പറ്റുന്നത് 49, 77, അതുപോലെ തന്നെ 91. അങ്ങനെ ചില സംഖ്യകൾ മാത്രമാണ് അഭാജ്യ സംഖ്യകളിൽ ഉൾപ്പെടാത്തത്. ബാക്കിയെല്ലാം 6-ന്റെ ഗുണിതങ്ങളുടെ മുകളിലുള്ളതും താഴെയുള്ള സംഖ്യകളും എന്താണ്? അഭാജ്യ സംഖ്യകളായിരിക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സംഖ്യകൾക്കകത്ത് വരുന്ന അഭാജ്യ സംഖ്യകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അഭാജ്യ സംഖ്യകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ആ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റു ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്